ഫൗണ്ടർ ശ്രീ രാമചന്ദ്രൻ സാറിൻ്റെ വൈഫാണ്. இங்கே பாருங்க. വളരെ കാലത്തിന് മുമ്പുള്ള റേഡിയോ ഉദ്യോഗ കാലഘട്ടത്തിൽ ശ്രീ ശ്രീരാമകൃഷ്ണ സാറുമായിട്ട് കൂടുതൽ എടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അരമണിക്കൂറുള്ള 3/4 മണിക്കൂറുള്ള റേഡിയോ പ്രോഗ്രാമുകളിൽ പ്രധാനം വഹിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 100-ാം വയസ്സിൽ നടത്തുന്ന ഈ ചടങ്ങിൽ എന്നെയും സംബന്ധിച്ച് 2 വാക്ക് സംസാരിക്കാൻ തീരുമാനിച്ച ഈ കമ്മിറ്റി അംഗങ്ങളോടുള്ള എൻ്റെ അഗേഹവുമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൊഴിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിനും എല്ലാ അഷ്ടമിക്കും അദ്ദേഹം രാജ്യങ്ങളിലും വലിയൊരു കലാകാരൻ. അത് എല്ലാ രംഗത്തും അദ്ദേഹത്തെ ഒരു രംഗത്തും നമുക്ക് മാറ്റി നിർത്തുവാൻ സാധിക്കും. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിലുപരി എല്ലാവരോടും സ്നേഹസമ്പന്നമായ മനസ്സ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു എല്ലാ കലാകാരന്മാരോടും മറ്റുള്ളവരോടും എല്ലാവരോടും ആ ചിരി മാത്രം മതി. അദ്ദേഹത്തിന് എപ്പം കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒരു ചിരിയുണ്ട്. ആ ചിരിയിലെല്ലാം ഒതുങ്ങി നിൽക്കും. അത്ര ഒരു സഹൃദയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ശിവരാമകൃഷ്ണ സ്വാമി. പിന്നെ ഇപ്പം എല്ലാവരും അദ്ദേഹത്തിൻ്റെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ 100-ാം വർഷമാണ്. തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും ഇതേപോലെ ഒരുപാട് മഹാന്മാരുണ്ട്. അവരെ നമ്മൾ ഓർക്കണം. അവരുടെ പാത പിന്തുടർന്ന് പോകാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ഉണ്ടാകണം. അതിനൊക്കെയാണ് ഇതേപോലത്തെ വേദികൾ ഒരുക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഈ സന്ദർഭത്തിൽ ഇവിടെ അനുഗ്രഹിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഇവിടെ ശ്രീരാമകൃഷ്ണ സ്വാമിയെ പറ്റി എല്ലാവരും വളരെ കാര്യമായിട്ട് സംസാരിച്ചു. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കുമ്പോൾ വന്ന അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു കലാകാരൻ. ഒരു പുഞ്ചിരിയോട് കൂടി അല്ലാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാം. വളരെ സ്നേഹമുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ നിറവും ആ ചന്ദന പൊട്ടും കുങ്കുമ പൊട്ടും ആ നിറം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സും ശുദ്ധമാണ്. ഏതായാലും മക്കൾക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും മഹത്തായ കാര്യമാണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ മാതാപിതാക്കളെ ആദരവോടെ സ്മരിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട. വളരെ ആദരവോടെ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ശിവരാമകൃഷ്ണ സ്വാമി എന്ന് പറയുന്നത് ശുദ്ധ സംഗീതത്തിന് ഉടമസ്ഥനായ ഒരു മഹാവിദ്വാൻ. അദ്ദേഹത്തിനൊപ്പം ഞാൻ നിരവധി സ്റ്റേജുകളിൽ പ്രോഗ്രാമുകൾ ഇപ്പോഴും ഫ്ലൂട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോടൊപ്പം വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഫ്ലൂട്ടിൻ്റെ പദം വരച്ചിട്ട് അതിൽ ആ ഫ്ലൂട്ടിലുള്ള ആ സുഷിരങ്ങളുടെ പദം വരച്ചിരുന്ന ആ പേപ്പർ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു. അത് അദ്ദേഹം നല്ലൊരു അമൂല്യ ഒരു റെക്കോർഡായിട്ട് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ പല പല കാര്യം മലയാളത്തിൽ എഴുതുന്നതെല്ലാം ഞാൻ സൂക്ഷിക്കുന്നു. ഇവിടെ കാപ്പി ഇട്ടുകൊണ്ടത് എപ്പോഴും കാപ്പി ടിക്കേഷൻ കാപ്പി ഇട്ടു എനിക്ക് ചായ കൊടുത്ത് ഓർമ്മയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞാൽ മധുരവുമായിട്ടാണ് പറഞ്ഞത് എന്നെ വിളിക്കാനായിട്ട്. എന്നാൽ അദ്ദേഹത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്തായാലും എന്നെ ഇത്രയും വിളിച്ചിട്ട് നിങ്ങളുടെ ആർട്ടിക്കിൾക്കാരനായിട്ട് മനസ്സ് തോന്നിയ ഇതിൻ്റെ നല്ലവരായ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അഭിനയമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ പി രാധാകൃഷ്ണൻ സാറ് തിരുവനന്തപുരം ഏരിയാവിലെ മ്യൂസിക്കിൻ്റെ ചാർജ് വയ്ക്കുമ്പോഴാണ് എനിക്ക് ലൈവ് മ്യൂസിക് വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് എന്നെ ആദരിച്ചതിന് വേണ്ടി ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ശശിധരൻ ടീച്ചർ പാട്ട് പാടാനും അതൊക്കെ ഗോൾഡൻ ഡേയ്സ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ സമയത്തും ശിവരാമൻ സാർ അതിനകത്ത് അഭിവാദ്യ ഘടകമായിരുന്നു. എന്തെല്ലാം പറഞ്ഞാലും ശിവരാമൻ സാറിന് ഒരിക്കലും മറക്കാൻ गुरुब्रह्मो गुरुविष्णु गुरुदेवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। गणानां त्वा गणपतिं गवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदान शृण्वन् बुद्धिश्रीप्रसादनं श्रीमहागणपतये नमः। श्रीकृष्णं क्षेत्रपालं गजपदसहितं भूर्णवं नृसिंहं व्यासं शम्भुं गणेशं रघुवरनुतं जानकीं वायुपुत्रं विश्वक्षेमं सुवर्णं कर्मणिकमनाभिर्मात्सेयं वन्दे श्रीपद्मनाभं परमपदभण्डभोगशायिं. ഇത്രയും ഞാൻ പറയാൻ കാരണം ഇതുവരെ വിദ്വാൻമാരും വിദുഷികളൊക്കെ നല്ല സുന്ദര മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നു കഴിഞ്ഞു. ഞാൻ എൻ്റെ അവസാന കാലം സർവീസ് തമിഴ്നാട്ടിലായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്ന് തമിഴാണ് സംസാരിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ മലയാളവും അവിടെ പോയ തമിഴും ഇപ്പോൾ മലയാളമോ അറിഞ്ഞൂടാ തമിഴും അറിയൂടാന്നുള്ള ഒരു മണിപ്പുറ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് ഗുരുക്കന്മാരുണ്ട്. ഒന്ന് എൻ്റെ മണസ്കൂൾ സാറായ നമ്മുടെ നളിനാക്ഷൻ്റെ അച്ഛൻ എൻ്റെ സ്വന്തം സാറാണ്. അതേപോലെ എൻ്റെ എനിക്ക് ഗുരുനാഥനായിട്ട് വന്നത് ശിവരാമകൃഷ്ണൻ സാറാണ്. ഇത് രണ്ടുപേരുമാണ് എൻ്റെ ഗുരുനാഥൻ കൊടുക്കാൻ. പല പേര് അല്ലാതെയും കൊണ്ടുപോകും, പക്ഷേ ഞാൻ കൂടുതൽ വിവരമായിട്ടാണ് ഞാൻ പെരുമാറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഞാൻ
ഞാൻ എങ്ങനെയും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് LIC നാഷണലൈസ് ചെയ്ത് 56 57 ഒരു പരീക്ഷ വെച്ചു. 57 പരീക്ഷ വെച്ചപ്പോഴേ എന്തോ എഴുതി എനിക്ക് അവിടെ സെലക്ഷനും കിട്ടി. അത് കിട്ടിയതും എവിടെ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ യു ആർ അഡ്വൈസ്ഡ് ടു റിപ്പോർട്ട് ബിഫോർ R. വെങ്കടസുബ്രഹ്മണ്യ, ശ്രീപാദം പാലസ്, വെസ്റ്റ് ട്രിവാൻഡ്രം. അപ്പോൾ ശ്രീപാദം പാലസിലാണ് എനിക്ക് ജോലി എന്നെ കിട്ടിയത്. ദർശനം പത്മനാഭൻ്റെ ചോറ് കഴിച്ചിട്ട് അവസാനം പത്മനാഭൻ്റെ ആ വാതിൽ തന്നെ എനിക്ക് ഒരു ജോലിയും കിട്ടി. അത് ഇന്നും ഞാനത് ഓർക്കുകയാണ്. ഇപ്പോഴെനിക്ക് നടക്കാൻ വയ്യാതായി, വയസ്സായി. അപ്പോഴേ എൻ്റെ ഡോക്ടർ പറഞ്ഞു, നടക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട, നിങ്ങൾ റോഡിൽ കണ്ടുപെടുന്ന റോഡെന്ന് അന്യവനായിട്ടിരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യണം, വഴി തരാം, വഴി വെച്ചോളൂ. പത്മനാഭസ്വാമി കോവിലിൽ 5-6 പ്രാവശ്യം ചുറ്റിയാൽ മതി, ശരിയായിട്ടും പ്രാക്ടീസ് രണ്ടും കിട്ടും, എക്സസൈസും കിട്ടും, എനിക്ക് നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാണ് എൻ്റെ ഡോക്ടർ ഹരിഹരൻ പഴയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന അങ്ങനെ എനിക്ക് തന്നത്. ഇപ്പോഴും അത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഞാൻ വൈകുന്നേരം വരുമായിരുന്നു, കോവിഡ് പോവുമായിരുന്നു. ഈ കോവിഡ് വന്നപ്പോഴാണ് കുറച്ച് നിർത്തിയത്. അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് ആ ക്ഷേത്രത്തിൽ പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ചോറാണ് നമ്മൾ എന്നും കഴിക്കുന്നത്, അത് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുറിക്കന്മാർ ഇന്ന് ഇന്നലെപ്പോൾ ഈ ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഞാൻ ഓർത്താണ്, അതിലെല്ലാവരും മ്യൂസീഷ്യൻസാണ്. ഞാൻ ഒരു മ്യൂസിക്കുമായിട്ട് ഒരു ശ്രമത എനിക്കില്ല. അപ്പോൾ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ ഞാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോഴേ എനിക്ക് 1-2 പോയിന്റ് കിട്ടി. പിന്നെ കാരണം എൻ്റെ മൂത്ത ചേച്ചി ഇവിടെ ചമൻകുടി ശ്രീനിവാസ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ മ്യൂസിക് അക്കാഡമിയിലെ ഗാനഭൂഷണം പാസ്സായതാണ്. അപ്പോൾ ഭവാനി തമ്പ്രാട്ടി 2 പേരുണ്ട്, ചേച്ചിയും മാനിട്ട്, അവരവരുടെ ക്ലാസ്മേറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇളയ സഹോദരി ഇവിടെ GN ബാലസുബ്രഹ്മണ്യം പ്രിൻസിപ്പളായിരിക്കുമ്പോൾ KR കുമാരസ്വാമിയർ GN ബാലസുബ്രഹ്മണ്യം പ്രിൻസിപ്പളായിരിക്കുമ്പോൾ അവിടെ ഗാനപ്രവീണ പാസ്സായതാണ്. ശരി, എന്നാൽ അത് തന്നെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മകള് ഇവിടെ മ്യൂസിക് BA പാസ്സായി. ഈ BA പാസ്സായപ്പോൾ ആ കുട്ടി കുറച്ച് ഷോക്കര കാരണം മരിച്ചുപോയി. പക്ഷെ ആ കുട്ടിക്ക് 2 ട്വിൻസാണ് കിട്ടിയത്. ആ ട്വിൻസ് രണ്ടും ഇന്ന് ബാംഗ്ലൂരിലും മദ്രാസിലും സ്മിത സിസ്റ്റേഴ്സ് എന്ന രീതിയിൽ അവരുടെ മ്യൂസിക് പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് 2 പേർക്കും ഹസ്ബൻഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഹസ്ബൻഡ്സും എഞ്ചിനീയറാണ്. പക്ഷെ 2 പേരും വയലിനിസ്റ്റാണ്. ഇവർ മ്യൂസിക്കും അവർ വയലിനും ഇപ്പോഴും മദ്രാസിലും ബാംഗ്ലൂരിലും ഈ അടുത്ത കാലത്ത് അവർക്ക് ഒരുപാട് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഡിസംബറിൽ. സോ ഇതാണ് നമ്മുടെ ചരിത്രം. പിന്നെ എനിക്ക് ഈ മ്യൂസിക്കുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല. പക്ഷേ LIC ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പേടിച്ച് വിറച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. 15 വയസ്സിലാണ് LIC കയറിയത്. അപ്പോൾ ഞാൻ ശിവരാമകൃഷ്ണൻ സാറിനോട് ചോദിച്ചു, സാറേ ഞാൻ ഇതുപോലെ ഓഫീസിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസാണ്, എന്തെങ്കിലും ഒന്നും പേടിക്കേണ്ട, എൻ്റെ അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ R. വെങ്കടസുബ്രഹ്മണ്യനാണ് ഡിവിഷൻ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തപ്പോൾ ഞാൻ അവിടെ വിറച്ചാണ് പൊയ്ക്കണത്. എനിക്കെന്താ പറയാൻ, நான் வெளியில இருந்து சில வருஷம் வரைக்கும் தெரியுமா தெரியும் சார், உன்னோட டிபார்ட்மெண்ட்லேயே போட்டிருக்காங்க. இங்கேருந்து ஏதாவது நியூஸ் வெளியில் போனால் நீ தான் ரெஸ்பான்சிபிள், ஸ்டாஃப் டிபார்ட்மெண்ட்டில் போட்டிருக்கேன். ஸோ அந்த തൊട്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് എൻ്റെ കൂടെ തന്നെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് പലരും എന്നോട് ചോദിച്ചു, സാറിൻ്റെ എക്സാമ്പിൾസൊക്കെ പറയണം സാറ് ഒരുപാട് കാര്യങ്ങൾ. കാരണം ദിവസവും ഞാൻ അങ്ങനെ കൂടെയാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് സമയമായതുകൊണ്ട് ഞാൻ അതൊന്നും അത്ര എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷേ
അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടപ്പാട് എനിക്ക് ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? എൻ്റെ മാരേജിന് അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഫ്ലൂട്ട് തന്നെ ആയിരുന്നു. നാഗർകോളായിരുന്നു എൻ്റെ മാരേജ്. അവിടെ വന്ന് അദ്ദേഹം ഫ്ലൂട്ട് വായിച്ചു. പിന്നെ ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എനിക്ക് ആപ്ലിക്കേഷൻ വേണം. സാർ എൻ്റെ മകൻ്റെ കല്യാണത്തിന് സാർ തന്നെ വായിക്കണം. സാർ തന്നെ വായിച്ചു. ഞാൻ 2 ഫോട്ടോയിൽ ഞാൻ ഇതിനർത്ഥം അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് പത്മനാഭസ്വാമിയുടെ ആ നടേശനെ എപ്പോഴും ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ ചോറുണ്ടോ തന്നെ എന്നും നമ്മൾ ഇന്നും നമുക്കൊരു പ്രയാസമില്ലാതെ കഴിഞ്ഞുകൂടാമെന്നുള്ള നമുക്ക് ഒരു സന്തോഷമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ആ ഭയം കംപ്ലീറ്റായിട്ട് പോയി. കാരണം ഈ വിദ്വാൻമാരുടെ മനുഷ്യരുടെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും 1-2 പോയിന്റ് കിട്ടുമെന്ന് നോക്കി. അപ്പോഴാണ് ഇപ്പോഴും നീ വേറെ ഓർമ്മ വന്നത്. ഞാൻ പാർട്ടിയുമായിട്ടാണ് BA പഠിച്ചത്. അപ്പോൾ ഈ MG രാധാകൃഷ്ണൻ എൻ്റെ ഇവിടെ പഠിച്ചു വയ്യത്ത് അങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അതെ, MG രാധാകൃഷ്ണൻ എൻ്റെ അവിടെ വൈകിട്ട് ഓർമ്മ പോകാറുണ്ട്. അപ്പോൾ ഞാൻ NDCമാരൊക്കെ നോക്കുമ്പോഴേ ഇവരൊക്കെ എല്ലാ കണക്ഷൻ നമുക്കുണ്ട്. അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എല്ലാം എനിക്ക് പരിപൂർണമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ യാതൊരു വിഷമമില്ല. പിന്നെ എങ്ങനെ ഞാൻ സംസാരിക്കുമെന്ന് വിചാരിച്ചു. എനിക്കതൊരു പാടുകളൊക്കില്ല. എന്നാലും കുറച്ചൊക്കെ എൻ്റെ ഇത് ഷെയർ ചെയ്തു. വളരെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ എല്ലാവരും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാലങ്ങൾ പലതും എല്ലാം നല്ലതും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ വാക്കും കിട്ടണം.